ഗൈസ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു കലി ലൈഫ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് എന്തോ ഒരു മ്യൂസിയത്തിലേക്ക്. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പേര്. സെന്റ് ഐസക് കത്തീഡ്രൽ ഒരു മ്യൂസിയത്തിലേക്കാണ്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ റഷ്യയില് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന സെയിന്റ് ഐസക് കത്തീഡ്രൽ മ്യൂസിയം. സോ നമ്മൾ മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കാണാൻ പോകാമെന്നാണ്. അങ്ങനെ തന്നെ ഞാനും ഹിസാനയും കൂടി സ്റ്റെപ്പ് കയറി ഞങ്ങൾ വിചാരിച്ച് ഇപ്പത്തെന്ന് വിചാരിച്ച്. പക്ഷെ ലിറ്ററലി ഓൾമോസ്റ്റ് 300 സ്റ്റെപ്സ് കയറാനുണ്ടെന്ന് ഇതിൻ്റെ പകുതി എത്തിയപ്പോഴാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. പിന്നെയും കയറി ഒരു ഐഡിയ അല്ലായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു. അങ്ങനെ പിന്നെയും നമ്മൾ ഒരുപാട് കയറി ഫൈനലി ഈ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത്. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുപോലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഹിസാനൻ്റെ എക്സ്പ്രഷൻ ഏകദേശം കണ്ടെങ്കിൽ മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ മുകളിലെത്തിയപ്പം ടയേർഡായിട്ടുണ്ടെന്ന്. പക്ഷേ ദ വ്യൂ വാസ് വർത്ത് ദ ഹൈപ്പ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. കംപ്ലീറ്റ് റഷ്യ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മ്യൂസിയംസ് ഒക്കെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. ഒരു ചെറുതായിട്ടുള്ള ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹൗ ഡു യു ഫീൽ? കുറേ സ്റ്റെപ്സ് കയറി മുകളിലെത്തി. പക്ഷെ ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ആയിട്ട്. നിങ്ങളങ്ങോട്ട് വരികയാണെങ്കിൽ മ്യൂസിയം. അങ്ങനെ ഞങ്ങള് അതേ സ്റ്റെപ്സ് പിന്നെയും താഴോട്ട് ഇറങ്ങി അങ്ങനെ പോയി. ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഭയങ്കര ഹാർഡായിരുന്നു ഇറങ്ങാൻ. പക്ഷെ നല്ലൊരു ഫീലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെയിന്റ് ഐസക് കത്തീഡ്രൽ മ്യൂസിയം നമ്മൾ നേരെ പോയത് വേറൊരു സ്ഥലത്താണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അവരിവിടെ പാടുന്നത്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അങ്ങനത്തെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹിസാനൻ്റെ കൈ പിടിച്ചിട്ട് ആ 2 ലേഡീസ് ഇങ്ങനെ റൗണ്ട് ആവുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി സെക്കൻഡ്സ് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അവിടുത്തെ കംപ്ലീറ്റ് പീപ്പിൾ ക്രൗഡായിട്ട് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ പണ്ട് ഈ നാരങ്ങപ്പാലൊക്കെ കളിക്കുന്നത് പോലെ അവരിങ്ങനെ സ്ട്രീറ്റിലൂടെ എല്ലാവരും കൈ പിടിച്ച് റൗണ്ടാക്കി. ആക്ച്വലി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡായി കിട്ടുന്ന മൊമെന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം, ചില്ലാക്കണം. ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.